നല്ല ഇടികൊടുക്കാൻ സഖാക്കന്മാർക്ക് മാത്രമല്ല കോൺഗ്രസുകാർക്കും അറിയാം എന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ലാത്ത ഒരു രഹസ്യ യോഗത്തിൽ, അതായത് പാലക്കാട് കൊഴൽമന്നത്ത് നടന്ന ഒരു രഹസ്യ യോഗം, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയ കൈരളിയുടെ റിപ്പോർട്ടർക്കാണ് കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയത്. കൈരളി സീനിയർ റിപ്പോർട്ടർ ഇർഫാൻ അബ്രാഹിം സേറ്റിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് ആക്രമണമുണ്ടായത്. ആക്രമണം നടത്തിയ ശേഷം അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി യൂത്ത് കോൺഗ്രസ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. സഖാക്കന്മാർ തല്ലിയപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് ബോധിപ്പിച്ച പിണറായി വിജയന്റെ നാടാണ് ഇത്. ആ പിണറായി വിജയന്റെ അതേ പാത തന്നെ കോൺഗ്രസുകാരും പിന്തുടർന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ രക്ഷാപ്രവർത്തനം തുടരാം എന്ന് കോൺഗ്രസുകാരും വിചാരിച്ചു കാണും. സഖാക്കന്മാർ അത് തന്നെ ഇനിയും അത്തരം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അദ്ദേഹം കോൺഗ്രസ് ആക്രമിച്ച സമയത്ത് ഡിവൈഎഫ്ഐക്കാരുടെ ആ പ്രവൃത്തിയെ ആ രീതിയിൽ ന്യായീകരിച്ചിരുന്നത് കൊണ്ട് തന്നെ എന്നാൽ കോൺഗ്രസുകാരും അതേ പാതയിൽ തന്നെ സഞ്ചരിച്ചേക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വേണം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം പാലക്കാട് കൊഴൽമന്നത്ത് നടന്ന കോൺഗ്രസ് രഹസ്യ ഗ്രൂപ്പ് യോഗം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ കൈരളി ടിവിയുടെ സീനിയർ റിപ്പോർട്ടറെ മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. പഴയങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നവകേരള ബസ് പോകുന്ന സമയത്ത് ആക്രമിച്ചതിനെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത്. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം അത് ന്യായീകരിച്ചത്. ബസ്സിന് മുന്നിലേക്ക് ചാടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷിക്കാനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചത്. അത് ആ രക്ഷാപ്രവർത്തനമായിരുന്നു ഹെൽമറ്റ് കൊണ്ട് തല്ലിച്ചതച്ചത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. എന്തായാലും ആ ന്യായീകരണത്തെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നെഞ്ചേറ്റിയിരിക്കുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നല്ലതാണല്ലോ, ഈ രക്ഷാപ്രവർത്തനം നമുക്കും ചെയ്യാമെന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അവരെ ബലം പ്രയോഗിച്ചു മാറ്റുകയായിരുന്നു. അത് ആക്രമണമല്ല, ബസിന്റെ മുൻനിരയിലിരുന്ന് താനത് കണ്ടതാണ്. അത് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഒരു തീവണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വീഴുമ്പോൾ അയാളെ രക്ഷിക്കാൻ എടുത്ത് എറിയേണ്ടി വന്നേക്കും. അതിൽ പരിക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അത് ജീവൻ രക്ഷാ മാർഗമാണ്. ആ രീതി തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർ ഉപയോഗിച്ചത്. അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഹെൽമറ്റ് കൊണ്ടൊന്നും തല്ലിയില്ല, പക്ഷെ പൂട്ടിയിട്ടു. കണക്കിന് തല്ല് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് എന്താണോ ആ പാതയിൽ തന്നെ നമുക്കും പോകാമെന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനം തന്നെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ മറ്റൊരു കാര്യം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ മൈക്കോ ക്യാമറയോ ഒന്നും ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രീകരിച്ചു എന്നാണ് ആരോപണം. ഈ ദൃശ്യങ്ങൾക്കിടയിൽ ഫോൺ എവിടെ എന്ന് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇതുവരെ കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു വന്നിട്ടില്ല. എന്തായാലും സഖാക്കന്മാരിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയ ആ അടി തിരിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒരു സഖാവിന് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതിനെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.